മുണ്ടക്കി ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായി മുസ്ലിം ലീഗ് നിർമ്മിച്ച വീടുകളുടെ കൈമാറ്റവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ദേശീയ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി. ദുരന്തബാധിതരുടെ ദയനീയാവസ്ഥ സ്വന്തം രാഷ്ട്രീയ ലാഭത്തിനോ PR വർക്കിനോ വേണ്ടി ഉപയോഗിക്കരുതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. തങ്ങൾ ജനങ്ങൾക്ക് നൽകിയ വാക്ക് പാലിച്ചുവെന്നും ആത്മാർത്ഥമായി ഒരു ലക്ഷ്യത്തിനു വേണ്ടി ശ്രമിച്ചാൽ അത് നടക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മികച്ച നിർമ്മാണ കമ്പനികളെ ഏൽപ്പിച്ചാണ് ദുരന്തബാധിതർക്കുള്ള വീടുകളുടെ പണി അതിവേഗം പൂർത്തിയാക്കിയത്. ഗുണനിലവാരത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും വരുത്താതെയാണ് ഓരോ വീടും നിർമ്മിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. പാണക്കാട് കുടുംബത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകമായ ഒരു സത്യസന്ധതയും മൂല്യവും ഉണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് ഈ പദ്ധതിക്ക് നേരിട്ട് നേതൃത്വം നൽകിയത്. പറയുന്ന വാക്കിന് വിലയുണ്ടാകണമെന്നും ചെയ്യുന്ന കാര്യങ്ങൾ ഏറ്റവും മികച്ചതാകണമെന്നും നിർബന്ധമുള്ളത് കൊണ്ടാണ് വീടുകൾ ഇത്ര മനോഹരമായി പൂർത്തിയാക്കാൻ സാധിച്ചതെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ചെലവ് എത്രയായാലും ഗുണനിലവാരത്തിൽ മാറ്റം വരുത്തരുത് എന്നതായിരുന്നു പാണക്കാട് തങ്ങളുടെ കർശന നിർദ്ദേശം. ഇതിന്റെ ഫലമായിട്ടാണ് മികച്ച രീതിയിലുള്ള പാർപ്പിടങ്ങൾ ഒരുക്കാൻ സാധിച്ചത്. ഇനിയും ചില ചെറിയ പണികൾ കൂടി ബാക്കിയുണ്ടെന്നും അവ ഉടൻ പൂർത്തിയാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചാരിറ്റി പ്രവർത്തനങ്ങൾ ഒരിക്കലും തിരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാക്കാൻ ലീഗ് ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മതവിശ്വാസങ്ങൾ മുറുകെ പിടിക്കുമ്പോൾ തന്നെ ന്യൂനപക്ഷ വർഗീയത ഉണ്ടാകരുത് എന്ന ഉറച്ച ബോധ്യം പാർട്ടിക്കുണ്ടെന്ന് കുഞ്ഞാലിക്കുട്ടി ഓർമ്മിപ്പിച്ചു. എല്ലാവരും അവരവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കണം, എന്നാൽ അത് വർഗീയ ചിന്തകളിലേക്ക് വഴിമാറരുത്. സേവന പ്രവർത്തനങ്ങളെ രാഷ്ട്രീയ നേട്ടത്തിനായി ദുരുപയോഗം ചെയ്യുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. തുടക്കത്തിൽ സർക്കാരിന്റെ പദ്ധതികളുമായി സഹകരിക്കാനായിരുന്നു ലീഗ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ സർക്കാർ സംവിധാനങ്ങളുടെ മെല്ലെ പോക്ക് തിരിച്ചറിഞ്ഞതോടെയാണ് സ്വന്തം നിലയ്ക്ക് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. സർക്കാർ പദ്ധതി വൈകുമെന്ന് മനസ്സിലായ ഘട്ടത്തിൽ പാണക്കാട് തങ്ങൾ തന്നെ പദ്ധതിയുമായി വേഗത്തിൽ മുന്നോട്ട് പോകാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. കോൺഗ്രസിന്റെയും കർണാടക സർക്കാരിന്റെയും സഹായങ്ങളെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. കർണാടക സർക്കാർ നൽകിയ 20 കോടി ഉൾപ്പെടെയുള്ള ഫണ്ടുകൾ സംസ്ഥാന സർക്കാരിന് കൈമാറിയിരുന്നു. തറക്കല്ലിടൽ ചടങ്ങിൽ മുഖ്യമന്ത്രി തന്നെ ഇതിന് നന്ദി പറഞ്ഞിരുന്ന കാര്യവും കുഞ്ഞാലിക്കുട്ടി അനുസ്മരിച്ചു. സർക്കാരിന്റെ പക്കൽ ആവശ്യത്തിന് ഫണ്ടുണ്ടായിട്ടും വിനിയോഗിക്കുന്നതിൽ വീഴ്ചയുണ്ടായി. എല്ലാവരും സർക്കാരുമായി സഹകരിച്ചിട്ടും നിശ്ചിത സമയപരിധിക്കുള്ളിൽ വീടുകൾ നിർമ്മിച്ചു നൽകാൻ സാധിക്കാത്തത് ദുഃഖകരമാണ്. വീട് ലഭിക്കാതെ ദുരിതബാധിതർ ഇത്രയും കാലം കാത്തിരിക്കേണ്ടി വന്നത് വലിയ വീഴ്ചയാണ്. ഫണ്ട് കയ്യിലുണ്ടായിട്ടും അത് വിനിയോഗിക്കാത്തത് ഭരണപരമായ പരാജയമാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ദുരന്തം നടന്ന മാസങ്ങൾ പിന്നിട്ടിട്ടും സർക്കാർ പദ്ധതികൾ ഇഴഞ്ഞു നീങ്ങുന്നതിലുള്ള അമർഷം കുഞ്ഞാലിക്കുട്ടി മറച്ചുവെച്ചില്ല. ജനങ്ങളുടെ ദുരിതം പരിഹരിക്കുന്നതിനാണ് പ്രഥമ പരിഗണന നൽകേണ്ടത്. എന്നാൽ പ്രഖ്യാപനങ്ങൾക്കപ്പുറം പ്രായോഗിക തലത്തിൽ കാര്യങ്ങൾ നടപ്പിലാക്കാൻ സർക്കാരിന് സാധിച്ചില്ലെന്ന് അദ്ദേഹം ആവർത്തിച്ചു. ലീഗ് നിർമ്മിച്ച വീടുകളുടെ കൈമാറ്റം ഉടൻ പൂർത്തിയാക്കും. ദുരന്തബാധിതർക്ക് മാന്യമായ താമസ സൗകര്യം ഒരുക്കുക എന്ന വലിയ ദൗത്യമാണ് തങ്ങൾ ഏറ്റെടുത്തത്. അത് കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ സാധിച്ചതിൽ അഭിമാനമുണ്ടെന്നും സർക്കാർ ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിക്കണമെന്നും കുഞ്ഞാലിക്കുട്ടി ആവശ്യപ്പെട്ടു.